ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ പാകിസ്ഥാന്റെ ISI നമുക്കറിയാം, ഇന്ത്യയെ കിട്ടുകിട്ടാ വിറപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അവരുടെ ഒരു എന്താ പറയാ KGB പോലെ മൊസാദ് പോലെ ഒരു സ്പൈ സെറ്റപ്പാണ്. നമുക്കുണ്ട് റോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വരുന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വാർത്ത അത് പ്രേക്ഷകര് നല്ല അഭിപ്രായമായിരുന്നു. കാരണം പാകിസ്ഥാൻ തിങ്ക് ടാങ്ക് പറഞ്ഞിരിക്കുന്ന കാര്യം കൗടില്യ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇന്ത്യ യുദ്ധം ചെയ്യുന്നതെന്ന് പാകിസ്ഥാനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളല്ല പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽ ആസാദ് ദുറാനി, എ ഫോമർ ചീഫ് ഓഫ് പാകിസ്ഥാനീസ് ഇന്റർ സർവീസസ് ഇന്റലിജൻസ്, ഫേസ്ഡ് allegations ഓഫ് ബീയിങ് എ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഏജന്റ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതായത് പാകിസ്ഥാന്റെ വിരമിച്ച ISI തലവൻ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ ഏജന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാന്റെ ISIക്കകത്ത് റോ ഏജന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്നാണ് അയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ദീസ് ക്ലെയിംസ് arose after he co-authored the book Spy Chronicles Raw, ISI and the Illusion of Peace with former Raw chief AC Dulat. AC ദുലത്തിന്റെ കൂടെ, അതായത് നമ്മുടെ ഫോർമർ റോ ചീഫ് ആയിട്ടുള്ള AC ദുലത്തുമായി ചേർന്ന് അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു. സ്പൈ ക്രോണിക്കിൾസ് റോ ISI ആൻഡ് ദ ഇലൂഷൻ ഓഫ് പീസ് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ഇതോടുകൂടി പാകിസ്ഥാനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ISIക്കകത്ത് റോ ഏജന്റുമാരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയ രീതിയിൽ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ മീഡിയാസിന്റെ ഒക്കെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത എന്ന് പറയുന്നത് അതായിരുന്നു. ഫോളോയിങ് ദ ബുക്സ് റിലീസ്, പാകിസ്ഥാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഫോർമലി alleged that Durrani has been interacting with the Indian intelligence agency since 2008. This led the Pakistani military to summon him for a court of inquiry, placing him on the exit control list and revoking his military pension. അദ്ദേഹത്തിന്റെ മിലിറ്ററി പെൻഷൻ കട്ട് ചെയ്തു, അദ്ദേഹത്തിനെ കോടതി നടപടികൾക്ക് വിധേയനാക്കുന്നു, അദ്ദേഹത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ? നമ്മുടെ ചാരന്മാർ പാകിസ്ഥാനകത്ത് ഉണ്ടോ? എന്ത് തോന്നുന്നു? വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്ര ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നത്. ദുരന്തറിനെ പൊളിക്കാൻ അവരൊരു സിനിമ ഇറക്കി, പക്ഷെ അത് അവര് പോലും കണ്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ന്യൂസിന്റെ മലയാളത്തിൽ അതിന്റെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് ആ സിനിമയെ കുറിച്ച്. അപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധമാണ് എല്ലാ രാജ്യങ്ങളും, നയതന്ത്ര നീക്കങ്ങളാണ് രാജ്യങ്ങൾ നടത്തുന്നത്. ഒന്ന് ഫ്രണ്ട് ഡോറിലൂടെയുള്ളത്, അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ജയശങ്കർ പോകുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു, കരാറുകൾ ഒപ്പിടുന്നു, സംസാരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അംബാസഡർമാർ സംസാരിക്കുന്നു. ഇതെല്ലാം ഫ്രണ്ട് ഡോർ. ബാക്ക് ഡോറിലൂടെ ഉണ്ട്. ഇത് ഈ സമീപകാലത്ത് ഇന്ത്യയുടെ ഒരു ബാക്ക് ഡോർ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ താലിബാൻ 2022 അഫ്ഗാനിസ്ഥാൻ പിടിക്കുന്നു. അപ്പോ നമുക്ക് താലിബാനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ, ഒരു തീവ്രവാദികളും ഭീകരവാദികളാണ്. ഇപ്പോഴും ആ ഗണത്തിൽ തന്നെയാണ്, അവർ മാറ്റിയിട്ടൊന്നുമില്ല നമ്മള്. പക്ഷെ നമുക്ക് അവരോട് ഡീൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. UAE വെച്ചിട്ടായിരുന്നു ബാക്ക് ഡോർ സംഭാഷണങ്ങളെല്ലാം ഈ താലിബാന്റെ നേതാക്കളും ഇന്ത്യയും തമ്മിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഇത് വന്ന് അപ്പം ഇതിനകത്ത് കുറെ ഈ കാര്യങ്ങൾ കൂടെ ഉണ്ട്. കാരണം ഇവരുടെ നേതാക്കന്മാർക്കും മറ്റുമൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കും നമ്മുടെ രാജ്യത്ത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ മക്കൾക്ക് പഠന ആവശ്യങ്ങൾ, അത് ഇന്ത്യ വേണമെങ്കിൽ ഇന്ത്യ പഠിക്കാം, പുറത്ത് പഠിക്കാം. കാരണം ഇത് നയതന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. രണ്ട് രീതിയിലാണ്. നമ്മളിപ്പം നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൈക്കൂലിയായി കൊടുക്കില്ല നമ്മൾ ഒരു കാര്യം സാധിക്കാനായിട്ട്. അപ്പം അത് നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടി അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. രണ്ട് രീതിയിൽ തന്നെ. മ്യാൻമാറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജുണ്ട ടീമുകളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും, അരക്കൻസിനെയും സപ്പോർട്ട് ചെയ്യും. ഇവർ നമ്മൾ ശത്രുക്കളാണ്. ഇത് കൂടാതെ അസംഖ്യം മറ്റു ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ, അവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിപ്പം ഈ പുതിയ ആരോപണം ഇപ്പൊ പാകിസ്ഥാനിൽ ഈ അടുത്ത സമയത്ത് ഇതിന്റെ ആരോപണങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതിന് അവർ പറയുന്നത് പാകിസ്ഥാൻ ഇപ്പൊ ഒന്നിനെ വിശ്വാസമില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് ഇപ്പൊ അവർ കടന്നു പോകുന്നത്. അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും അവർക്ക് വിശ്വാസമില്ല, എന്തും സംഭവിക്കാം. കാരണം ഇവിടെ എല്ലാം ഇന്ത്യ പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. ആ കാരണം അതെന്താ പറയുന്നത്, ഒരു കാലത്ത് നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ന് അതെല്ലാം കർമ്മ പോലെ തിരിച്ച് പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി ഇത്ര ആക്യുറേറ്റഡ് ആയിട്ടൊരു ഭീകര സംഘടന അവർക്കറിയാലോ. അവന്മാർ ഈ ഭീകരന്മാരെ പോറ്റി ട്രെയിനിങ് കൊടുത്ത് പോറ്റി വളർത്തുന്നതിന്റെ എക്സ്പെൻസ് അവന്മാർക്ക് അറിയാം. ഇത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതിന്റെ എല്ലാ ടെക്നിക്കും പാകിസ്ഥാൻ അത്ര അറിയാവുന്ന ഒരു രാജ്യം ലോകത്തെങ്ങും ഇല്ല. അപ്പൊ അവർ നോക്കുമ്പോൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആയാലും ഈ TTP ആയാലും ഒക്കെ എങ്ങനെയാണ് ഞങ്ങൾക്കെതിരെ നിരന്തരം ഇത്രയും ആക്രമണം നടത്തണമെങ്കിൽ തോക്കും ബോംബും മാത്രം പോരാ, ഈ എക്വിപ്മെന്റ് വേണ്ടേ, തോക്ക് വേണം, ബോംബ് വേണം. ഇതിനൊക്കെ ഉപരി വേണ്ടത് പണമാണ്. പണമുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ചലിക്കാൻ പറ്റത്തുള്ളൂ. ഭീകരവാദികൾക്കാണെങ്കിൽ 1 ഇഞ്ച് ചലിക്കണമെങ്കിൽ പണം ആവശ്യമുണ്ട്. അപ്പോൾ ഇത് എവിടുന്നോ നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ സംശയത്തിന്റെ കണ്ണു പോകുന്നത് എവിടെയാണ്?
അഫ്ഗാനിസ്ഥാൻ. അവന്മാരാണ് കഞ്ഞു കുടിക്കാൻ ഗതിയില്ലായിരിക്കുന്നത്, അവന്മാര് പൈസ കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ ഇത് പൈസ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം ഇന്ത്യയാണ് ലോജിക്കലി നോക്കുമ്പോൾ. കാരണം എന്തായാലും ചൈന കൊടുക്കത്തില്ലല്ലോ. കാരണം ഇവന്മാർ അടിക്കുന്നതൊക്കെ ഗദാർ തുറമുഖത്തിന്റെ സൈഡിലും ഗദാർ തുറമുഖത്തിന്റെ പരിസരത്തുമാണ് ഈ ബലൂചിസ്ഥാൻകാർ അടിക്കുന്നത്. ചൈനക്കാരാണ് കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ 2 ചൈനക്കാർ കൊല്ലപ്പെട്ടു. അപ്പം എന്തായാലും അവരുടെ ആൾക്കാരെ കൊല്ലാൻ ഇവർ പൈസ കൊടുക്കത്തില്ല. പിന്നെ കൊടുക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയാണ്. നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ പിന്നെ ആരുണ്ട്? ഈ പൈസക്കാരൻ വേണ്ടേ പൈസ കൊടുക്കാനായിട്ട്? അപ്പൊ സ്വാഭാവികമായി അടിക്കടി ഉണ്ടാകുന്ന ആക്രമണം, അതുകൂടാതെ തന്നെ ദുർബലരെന്ന് കരുതുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങൾ, ISIS-ന്റെ ഖൊറൈസൻ വിഭാഗത്തിന്റെ ഒക്കെ ഒളിത്താവളങ്ങൾ ഈ അടുത്ത ദിവസമാണ് അവന്മാരുകൊണ്ട് ഡ്രോൺ ആക്രമണം നടത്തി തകർത്ത് കളഞ്ഞത്. അപ്പൊ ഇതെല്ലാം കാരണം റഷ്യ ആയിട്ടാണ് കരാർ അഫ്ഗാനിസ്ഥാന്. നിലവിലത്തെ സാഹചര്യത്തിൽ റഷ്യക്ക് പണമായിട്ട് ഇവരെ കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല. റഷ്യയുടെ ആയുധങ്ങൾ വാങ്ങുന്നതിന്, അതും സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളാണ്, അവിടുത്തെ ഈ ഒരു എന്താ പഴയ സാധനങ്ങളെല്ലാം കൂടാണ് ഈ അഫ്ഗാനിസ്ഥാൻ വാങ്ങി. ഇതിന് പണം കൊടുത്ത് ഇന്ത്യയാണ്. ആ വാർത്ത നേരത്തെ വന്നിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഈ സാധനം മേടിക്കാനുള്ള പണം നമ്മൾ കൊടുത്തിരുന്നു. ഇതിൽ നിന്ന് കുറച്ച് പണം ഇങ്ങോട്ട് പോകുന്നുണ്ടാകും, ഇല്ലെന്ന് പറയുന്നത്. കാരണം ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു നയതന്ത്ര നീക്കം വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന് ഇത് ചെയ്യാനുള്ള നട്ടലുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു ഇസ്രയേലോ ഇല്ലെങ്കിൽ അമേരിക്കയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കളിയാ, ചൈനയും ഒക്കെ ചെയ്യുന്ന സെയിം ഗെയിമാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത്. ഒരു കാലത്ത് ഇന്ത്യക്ക് ഇത് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം ധനുഷ് പറഞ്ഞ ഈ വാർത്തയുടെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് അറിയാമോ? അവരുടെ ചാരസംഘടനയിലാണ് ഇന്ത്യൻ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അതിന്റെ ചീഫ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഒരു രാജ്യത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്ന ചാരസംഘടനയാണ്. കാരണം അവരുടെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, അവരുടെ കയ്യിലാണ് ഈ രാജ്യം എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം മൊസാദിനെയൊക്കെ സംബന്ധിച്ച് അവർക്കൊന്നും അത് ഈ ചാരസംഘടന പ്രവർത്തിക്കുന്നവർക്ക് ഒരു ജോലിയല്ല ഇത്. കാരണം അവർക്കൊന്ന് പിഴച്ചാൽ, അവർക്കൊന്ന് ആലസ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. ഇന്റലിജൻസ് പരാജയം എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നതിന്റെ ഒരു വ്യാപ്തി എന്തുമാത്രം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് അലസത വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു സ്ഫോടനം നടക്കാം. അപ്പം അവിടെ ഇവരിപ്പോ സംശയിക്കുന്നതിനും കാരണങ്ങളുണ്ട്. കാരണം പാകിസ്ഥാൻ ഹൈ സെക്യൂരിറ്റി കൊടുക്കുന്ന പല ഭീകരന്മാരുമാണ് പടമാകുന്നത്. പടമാകുന്നു എന്ന് മാത്രവുമല്ല, പട്ടാപ്പകലാണത്. പട്ടാപ്പകൽ നിസ്കരിച്ചിറങ്ങി വരുമ്പോ ഇല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോ കാർ തടഞ്ഞെടുത്ത് വെടിവെച്ചു കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. കാരണം അവരെ സംബന്ധിച്ച് വലിയ ഭീതിജനകമായ ഒരു കാര്യമാണ്. അത് മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു 23 അടുത്ത ടീംസിന്റെ, അതായത് ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന 23 പേരുടെ ലിസ്റ്റ് കൂടെ ഇന്ത്യ പുറത്തു വിട്ടിരുന്നു. ഹാഫിസ് സയ്യിദൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ പുറത്തു വിട്ടിരുന്നു. അപ്പൊ ഈ ലിസ്റ്റ് ഇന്ത്യ പുറത്തു വിടുന്നു. അധികം വൈകാതെ ഈ ലിസ്റ്റിലുള്ള ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു. അതും പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് കൊല്ലപ്പെടുന്നു, പകൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഈ കൊല്ലപ്പെടുമ്പോൾ ഈ കൊല്ലുന്നവരെ കുറിച്ച് യാതൊരു അറിവുമില്ല. അവര് തന്നെ, പാകിസ്ഥാൻ തന്നെ പറയുന്ന അജ്ഞാതരെന്നാ പറയുന്നത്. പ്രതികളെ പിടിച്ചാലല്ലേ അത് ആരാണെന്ന് അറിയാൻ കഴിയൂ. പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ല. പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറ്റുന്നു, തുരിതരാ വെടിവെക്കുന്നു. 10-30 സൈനികരാണ് ഈ അടുത്ത സമയങ്ങളിൽ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പൊ ഇവർക്ക് എവിടുന്നാണ് ഇതിന്റെ ഒരു പവർ കിട്ടുന്നത് എന്നത് സ്വാഭാവികമാണ്. അത് മാത്രവുമല്ല, അവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെടുകയാണ്, അപ്പാടെ പരാജയപ്പെട്ടു പോവുകയാണ്. കാരണം അവിടെ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യം. ഒപ്പം തന്നെ എന്തും അവിടെ ഒരു വിമാനം ഇന്നലെ കാണാതെ പോയിരുന്നു. അതെന്താണ് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെയാണ് അവർ സംശയിക്കുന്നതും. ഇപ്പോൾ അതിന് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരു കേണലാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ഇന്ത്യ, കാരണം ഇന്ത്യ ഒരുപക്ഷെ ശരിയാകാം, അത് ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്കിപ്പോ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ സർക്കാർ അതാണെന്ന് സർക്കാരിട്ട് അംഗീകരിക്കത്തുമില്ല. പക്ഷെ പാകിസ്ഥാന്റെ ചാരസംഘടനയെ ഇന്ത്യ റാഞ്ചി എന്ന് പറയുന്നതാണ് അത് കറക്റ്റ് ഹൈജാക്ക് ചെയ്തത്. ഒരുപക്ഷെ ഒരു ഇന്ത്യക്കാരനും ഇതുവരെ സ്വപ്നം കാണാതിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് പാകിസ്ഥാന്റെ ഒരു റിട്ടയർഡ് കേണലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളാരും അല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിലെ ഒരാളും അല്ലത് പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാന്റെ കേണലാണ് ഈ പറയുന്നത്. ഇങ്ങനെയാണ് സംഭവങ്ങൾ. അതിന് ഒരുപക്ഷെ ഇതൊക്കെ കാരണങ്ങളാകാം. കാരണം ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഒരു കാരണം. കാരണം പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. തുടരെ അടി കിട്ടുന്നു. പല രീതിയിലാണ് അവർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അഭ്യന്തരമായി തന്നെ സുരക്ഷയില്ലെന്നുണ്ടെങ്കിൽ ആ രാജ്യം തകർന്ന് തരിപ്പണമായി പോകും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ചുമ്മാതിരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ കൊണ്ട് ബോംബിട്ടിട്ട് പോകുന്നു, വെറുതെ ഇരിക്കുമ്പോൾ തെരിക്ക താലിബാൻ കൊണ്ടൊന്ന് കുറച്ചുപേരെ കൊന്നിട്ട് പോകുന്നു. ഇങ്ങനെ ഒരു മുമ്പൊന്നും ഇത് പാകിസ്ഥാനിൽ കേൾക്കാനില്ല. വല്ലപ്പോഴും ഒക്കെ ബോംബ് പൊട്ടും, നസീർ ഭൂട്ടോയൊക്കെ അവരുടെ ബോംബാക്കണം കൊല്ലപ്പെട്ടതാണ്. പക്ഷെ അതുപോലെ അല്ല ഇതിപ്പോ തുടർച്ചയായിട്ട് അവരുടെ ഒരു ജാഫർ എക്സ്പ്രസ് ഉണ്ടായിരുന്നു എപ്പോഴും റാഞ്ചിക്കോട് വന്നിട്ട്, അത് നിർത്തി വെച്ചിരിക്കുക. അത് നിർത്തി അവർ, കാരണം ഈ തൊല്ല കൊണ്ട് അവർ നിർത്തി സാധനം. അപ്പം അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അവർ നിർത്തുകയും പിന്നെ ഇപ്പോൾ ഈ സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ സംഘർഷം പാകിസ്ഥാനിൽ രൂപപ്പെട്ടു വരുന്നു. ഇന്ത്യക്കെതിരെ അല്ലത്, പാകിസ്ഥാനിലെ സർക്കാരിനെതിരെയാണ് ഈ പറയുന്ന പഞ്ചാബ് സിന്ധു പ്രവിശ്യയിലുള്ള ജനങ്ങൾ ഇളകിയിരിക്കുന്നത്. വെള്ളമില്ല,
കാരണം അതിന്റെ സർക്കാരാണല്ലോ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത്. കാരണം അതിന് അവരെ ഫോഴ്സ് ചെലുത്തിക്കൊണ്ട്, കാരണം ഇന്ത്യക്കെതിരെ പ്രതിഷേധിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതൊരു വലിയ വാർത്തയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയാം. കാരണം എനിക്ക് പാകിസ്ഥാന്റെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊരു വലിയ പുകിലാക്കി എടുത്തിട്ടുണ്ട് ഈ വാർത്ത. വലിയ വിവാദങ്ങളാണ് പാകിസ്ഥാനിൽ കത്തുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ വലിയ വലിയ ചർച്ചകൾക്ക് സാധ്യതയുള്ള ഒരു വലിയ വാർത്ത തന്നെയാണിത്. പാകിസ്ഥാൻ ചാരസംഘടനയെ ഇന്ത്യ റാഞ്ചിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ കഥയല്ല, ചെറിയ കളിയല്ല. ഇത് നമ്മളിത് അമേരിക്കയെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിലെയൊക്കെ നമ്മൾ ഇറാന്റെ കേസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഇറാന്റെ സൈന്യത്തിലെ ചിലരെയൊക്കെ അമേരിക്ക വിലക്കെടുത്തു, ഇല്ലെങ്കിൽ അവരുടെ ചാരസംഘടനയെ വിലക്കെടുത്തു. പക്ഷെ സാധ്യത ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല. ഈ ഡബിൾ ഗെയിം കളിക്കുന്ന ചാരന്മാരൊക്കെ ഉണ്ട്. ഇപ്പൊ റഷ്യയുടെ ചാരൻ, അങ്ങനെയാണല്ലോ UK-യും റഷ്യയും തമ്മിൽ ഇപ്പം ശത്രുത തുടങ്ങുന്നത് 2013 ആ സമയത്ത് ഒരു ചാരൻ ഡബിൾ ഗെയിം കളിച്ചു. നമ്മൾ മുമ്പ് ഇതിനകത്ത് എടുത്ത നമ്മുടെ ഈ പോയിന്റിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള, വിശദമായി തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള. അപ്പൊ അങ്ങനെ ഡബിൾ ഗെയിം കളിക്കുന്നവരും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യം പാകിസ്ഥാനെ കണക്ക് നമ്മുടെ ഒരു ശത്രു രാജ്യത്തെ നമ്മൾ ഏത് നിമിഷവും തകർത്ത് കളയുമെന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ചാരസംഘടന തന്നെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യം തന്നെ കയ്യിലേക്ക് വന്നു എന്നാണ് എന്റെ അർത്ഥം. നമ്മൾ നിയന്ത്രിക്കുന്ന കയ്യിൽ പോകും കാര്യം. കാരണം ചാരസംഘടന എന്ന് പറഞ്ഞാൽ വെറും ഒരു സിനിമയിൽ കാണുന്ന പോലെ അല്ല അത് വളരെ ശക്തമായ ഒരു രാജ്യത്തിന്റെ ജീവനാഡിയാണ്. വളരെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജീവനാഡി തന്നെയാണ്. അതിന് എവിടെയെങ്കിലും ഒരു പിഴവ് വന്നാൽ എല്ലാം തീർന്നു. നമ്മുടെ രാജ്യത്തെ ചാരസംഘടനകളും മറ്റുമൊക്കെ ഇന്റലിജൻസ് സംവിധാനങ്ങളും വളരെ അലർട്ടായതുകൊണ്ടാണ് ഇവിടെ ഒരു ഓലപ്പടക്കം പോലും പൊട്ടാത്തത്. ഇല്ലെങ്കിൽ ഈ 140 കോടി ജനവും വളരെ ബൃഹത്തായ ഒരു രാജ്യത്ത് ഈ ഭീകരന്മാർക്ക് ബോംബ് പൊട്ടിക്കാൻ വല്ല മടിയുണ്ടോ? മുമ്പ് പൊട്ടിക്കൊണ്ടിരുന്നതല്ലേ ടിൻ ബോംബ്, ടിഫിൻ ബോംബ്, സിഗരറ്റ് ബോംബ്, അങ്ങനെ ബോംബുകൾക്ക് തന്നെ ഒരു മാല പോലെയായിരുന്നത്. ഇപ്പൊ അതില്ലാത്തതിന്റെ കാരണം നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം. അപ്പോഴാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്ത രാജ്യത്തിന്റെ ഇന്റലിജൻസ് സംവിധാനത്തെ നമ്മൾ ഹൈജാക്ക് ചെയ്തു എന്നുള്ളത് അതൊരു വലിയ വാർത്ത. അതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. അവിടുത്തെ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷ മാത്രമല്ല, പാകിസ്ഥാന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ഡിഫൻസ് വാർത്ത കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്തൊക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടും. അവരിപ്പോൾ ചൈനയിൽ നിന്ന് എന്ത് സാധനമാണ് വാങ്ങുന്നത്, ഇവരിപ്പോൾ തുർക്കിയിൽ കൊണ്ടിരുന്ന ഡ്രോണിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു പക്ഷെ ലഭിക്കുമായിരിക്കാം, നമുക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഈ വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇത് ചർച്ചക്കെടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇനി വരേണ്ടത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ ഇവിടെ നിന്നുള്ള ആരും അല്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് നമുക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാനും കഴിയില്ല.